സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മുടെ സാമാന്യ ആപേക്ഷികതയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വിദ്യാഭ്യാസ വിപ്ലവം എങ്ങനെ എന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ക്യാപ്ഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പൗരവിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്ന് അതിനെ മാറ്റിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്നതും വിദ്യാഭ്യാസ വിപ്ലവം എന്നത് മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ ഒക്കെ ചിന്തിക്കാൻ ഇടയുള്ളത് കൊണ്ടാണ് ഞാനത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്ന് മാറ്റിയത്. എന്തായാലും അതിനെക്കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ളത്. കമ്മ്യൂണിസം എന്നത് ഫ്രഞ്ച് വിപ്ലവത്തോട് കൂടി ഉണ്ടായ 3 മുദ്രാവാക്യങ്ങൾ: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി, ആ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും കൂടി ഉള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ റിസോഴ്സസും എന്നും അതിന് ഉച്ചനീചത്വങ്ങളോ വിവേചനങ്ങളോ പാടില്ല എന്നും എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ഇവിടെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്നിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കമ്മ്യൂണിസത്തിൻ്റെ പ്രാഥമികമായ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ട് തന്നെ അത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തത്വം അംഗീകരിക്കുകയും, അതായത് ഇവിടെ സോഷ്യലിസം എന്നുള്ളത് അംഗീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ കൂടുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ ഒരു പാർട്ടി. ആ പാർട്ടി ചെയ്യേണ്ടത് ആ പാർട്ടി തീരുമാനിച്ച് ആ പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ അനുസരിച്ച് നടത്തേണ്ടതാണ്. അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അഭിപ്രായങ്ങളും തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിക്കോണമെന്നില്ല എന്നർത്ഥം. ഒരു പാർട്ടി ആകുമ്പോൾ പാർട്ടിയിൽ എത്ര ആൾക്കാരുണ്ടോ അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയാണോ ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കുന്നത്, അത് നടപ്പിലാക്കേണ്ട എങ്ങനെയാണൊക്കെ അവർ ആദ്യം തന്നെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ എഴുതി വയ്ക്കുകയോ അംഗീകരിക്കുകയൊക്കെ ചെയ്തായിരിക്കണം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ വിദ്യാഭ്യാസത്തിലെ ഈ പൗരവിദ്യാഭ്യാസം എന്നും പ്രജാവിദ്യാഭ്യാസം എന്നും രണ്ടാണ് എന്നും ആ ഇന്നിപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഭരിച്ചിരുന്ന ഒരു സ്റ്റേറ്റ് ആയ കേരളത്തിലെ വിദ്യാഭ്യാസം പ്രജാവിദ്യാഭ്യാസമാണ് എന്നതിന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പ്രജാവിദ്യാഭ്യാസം എന്നത് കോളനി യജമാനന്മാർ അല്ലെങ്കിൽ യജമാനന്മാർ അവരുടെ പ്രജകളെ പരിശീലിപ്പിക്കാനാക്കി ഉണ്ടാക്കിയ വിദ്യാഭ്യാസം എന്നാണ്. അതും പൗരവിദ്യാഭ്യാസവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പ്രജാവിദ്യാഭ്യാസം എന്താണ്? പ്രജാവിദ്യാഭ്യാസ രീതി, പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ വ്യവസ്ഥ എന്നത് അതിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ റിച്വൽസും അതിൻ്റെ ക്രമങ്ങളും അതിൻ്റെ രീതികളും
അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ തന്നെ പ്രജകളെ ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പരുവത്തിലുള്ളതായിരിക്കും എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രജകൾക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താ വെച്ചാൽ അവനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അവർ തമ്മിൽ തന്നെ ഉള്ളൊരു അസൂയ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനാണ് എന്ത് വേണ്ടത്? മത്സരങ്ങൾ. അതിൻ്റെ തുടക്കം മുതൽ, അതായത് സ്കൂളിലേക്ക് അങ്ങോട്ട് എത്തുന്ന അന്ന് മുതൽ അവസാനത്തെ നമ്മളെ പരീക്ഷ വരെ മത്സരങ്ങൾ തന്നെയാണ് അവിടെ. നീ നല്ലവനാണ്, മറ്റവൻ മോശക്കാരനാണ്, ഇങ്ങനെ പറഞ്ഞ് 1000 തട്ടുകൾ, 1000 കാക്കത്തൊള്ളായിരം തട്ടുകൾ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ടാക്കി മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ ചിലർ നമ്മളെക്കാൾ മേലെയാണ് എന്ന രീതിയിൽ നമ്മളെ തട്ടുകളായി തിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിവേചനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനേറ്റവും പറ്റിയതാണ് മത്സരങ്ങൾ. മത്സര പരീക്ഷ ആയിക്കോട്ടെ, മത്സരങ്ങൾ, മറ്റെല്ലാ രീതിയിലുള്ള മത്സരങ്ങളൊക്കെ തന്നെ സാധാരണ ഒരു ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് കുറേ കണക്കാണ് കൊടുത്തു, അത് 2 കുട്ടികൾ ചെയ്തു, ഓഹോ നല്ലോണം ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള വിവേചനങ്ങളും ആ വിവേചനം അവിടെ സ്ഥാപിക്കാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അനുസരണം, അതാണ് അടുത്ത ഏറ്റവും പ്രജകൾക്ക് ആവശ്യമായ ഒരു വലിയ കാര്യം. അതിനാണ് എല്ലാ റിച്വൽസും. നിങ്ങൾ ആ വ്യവസ്ഥ വേണം, ഈ വ്യവസ്ഥ വേണം. സ്കൂളിലൊക്കെ അങ്ങോട്ട് കടക്കുന്നതോടുകൂടി അനുസരണത്തിൻ്റെ ഒരു മാലപ്പടക്കം തന്നെയാണ് പൊട്ടുന്നത്. നിങ്ങൾക്ക് അവിടെ ചേരണോ, നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കണം. അതേപോലെ തന്നെ ബെല്ല്, ഡെസ്ക്, ഇത് മറ്റേത്, നോട്ടീസ് ബോർഡ്, അഡ്മിഷൻ രജിസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ എല്ലാ സാധനങ്ങളും യഥാർത്ഥത്തിൽ ഈ അനുസരണശീലം ഉണ്ടാക്കാനാണ്. അതായത് ഒരു വ്യവസ്ഥയിൽ അനുസരിപ്പിക്കുക എന്നുള്ളതിന് ഉണ്ടാക്കുക. അടുത്തതായിട്ട് യജമാന ഭക്തിയാണ്. യജമാന ഭക്തി നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അതായത് അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവിടെ 7 മാഷ് വലിയ ആളാണ്, അതേപോലെ തന്നെ അതിലും വലിയ ആളാണ് AEO, അതിലും വലിയ ആളാണ് DEO, അതിലും വലിയ ആളാണ് DD, അതിലും വലിയ ആളാണ് DPI, അതിലും വലിയ ആളാണ് സെക്രട്ടറി. ഇങ്ങനെ അനേകം തട്ടുകളിൽ അധികാരം അവിടെ അങ്ങനെ ഇരിക്കുകയാണെന്ന് നിർത്തും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അനുസരണം അല്ലെങ്കിൽ ബഹുമാനം അല്ലെങ്കിൽ അച്ചടക്കം എന്നതിൻ്റെയൊക്കെ പേരിൽ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ള ആ പരിശീലനം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അന്നും ഇന്നും എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നർത്ഥം. അതായത് പിന്നെ അടുത്തതായിട്ട് ഈ വിവേചനത്തിന് ഏറ്റവും നല്ലത് മത്സരങ്ങളാണ് കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ പരീക്ഷ, ഇപ്പോഴും ഒരു കുരങ്ങൻ തന്നെ പറഞ്ഞില്ലേ, പരീക്ഷ ഓരോ സ്കൂളിലും ഓരോ ക്ലാസ്സിലും തന്നെ നടത്തണമെന്ന്. അതായത് നമ്മൾ തിരിച്ചു പോവുകയാണെന്ന് അർത്ഥം. അതായത് വെള്ളക്കാരൻ്റെ ആ പ്രജാസങ്കല്പം പ്രജകളാക്കുന്ന ആ പരിപാടിയിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടി ഒരു പുഷുണ്ട്. ഇവരെല്ലാവരും ഒരു വിവരമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പരീക്ഷയ്ക്ക് തോൽപ്പിക്കണം എന്നുള്ളതാണ്. അതായത് വിവേചനം കൂട്ടണം എന്നർത്ഥം. പിന്നെ അടുത്തതായിട്ട് ഭാഷ, അതാണ് ഏറ്റവും, അതായത് നമ്മുടെ സംസ്കാരമല്ല, സംസ്കാരങ്ങളിലുള്ള വിവേചനം, ഭാഷയിലുള്ള വിവേചനം. അതായത് ഈ വിവരങ്ങളൊക്കെ ആകെ നമ്മളെ യജമാനൻ്റെ ഭാഷയ്ക്ക് പങ്കുവെക്കാനാവുള്ളൂ എന്ന രീതിയിൽ ആ ഭാഷയിൽ തന്നെ പഠിപ്പിക്കുക. മാത്രമല്ല സംസ്കാരം, സാഹിത്യം, സംഗീതം, ഇങ്ങനെയുള്ള എൻജിനീയറിങ്, മെഡിസിന്, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ആ മറ്റൊരു ഭാഷയിൽ, പ്രത്യേകിച്ചും യജമാന ഭാഷയിലാകുമ്പോൾ യജമാനോട് സ്വാഭാവികമായും നമുക്ക് ഒരു ബഹുമാനം ഉണ്ടാവും. അതിലുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് പ്രധാനം ഉണ്ടായത്. അത് ഒന്ന് വിവേചനം. ആ വിവേചനത്തിനാണ് മത്സരങ്ങൾ, വിവേചനത്തിനാണ് പരീക്ഷകൾ, വിവേചനത്തിനാണ് ടെസ്റ്റുകൾ. അതേപോലെ തന്നെ അത് വീക്കിലി ടെസ്റ്റാവും, അല്ലെങ്കിൽ പീരിയോഡിക്കൽ ടെസ്റ്റാവും, ഓരോ പീരിയഡ് നടത്തുന്നത് ഡെയിലി ടെസ്റ്റാവും. അതിപ്പോൾ എല്ലാ മത്സരങ്ങളും. പിന്നെ അടുത്തതായിട്ട് അനുസരണം. അതിൽ ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ എന്നാണ്. അതും ദെൻ ക്വസ്റ്റ്യൻ എന്നുള്ള ഇത് ഉദ്ദേശിക്കുന്നതല്ല. ചോദ്യം ചെയ്യാൻ തന്നെ പാടില്ല, ഒക്കെ അനുസരിക്കാം. മേലുള്ള ആൾ പറയും, അയാൾ പറഞ്ഞ അനുസരിക്കും. അത് എന്തിന്, അതേതുപോലെ വെച്ചാൽ ഈ അനുസരണം അവിടെയുള്ള ഒരു പൊതു നിയമം, അതുവരെ ഉണ്ടായിരുന്ന ആ കുട്ടിക്കുണ്ടായിരുന്ന എല്ലാ സ്വാഭാവികമായ ചലനങ്ങളും ജീവിത രീതികളും പൂർണ്ണമായിട്ടും അടിയറ വെക്കണം. മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ശബ്ദം വയ്ക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഇവർ പറയുന്നിടത്തേക്ക് മാത്രം നോക്കണം, വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാൽ തല്ലിട്ടും. അതേപോലെ അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല, മറിയാൻ പാടില്ല. അടങ്ങി അവിടെ 5 മണിക്കൂർ അടങ്ങിയിരിക്കണം. ഈ സാധാരണ നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കൂടിപ്പോയ 8 ബെഞ്ചുകളുണ്ടാവും, അല്ലെങ്കിൽ 10 ബെഞ്ചുകളുണ്ടാവും. ഈ 10 ബെഞ്ചിൽ ഒരു ബെഞ്ചിൽ 5 പേര് വീതം ഇരിക്കുകയാണെങ്കിൽ 5 ആൾക്ക് ഇരിക്കാം. ഇങ്ങനെ അനങ്ങാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് ആ ഇരുത്തം തന്നെ ശരിക്കും അയാളെ ഈ 10 കൊല്ലം ഇരിക്കുന്നതോടുകൂടി അവനെ എന്തിനും പറ്റുന്നതാക്കും. അതായത് ഒരു പ്രജയാക്കാൻ അത് മതി എന്നർത്ഥം. എത്ര മണിക്കൂറായി ഇരിക്കണമെന്ന് നോക്കിയത് നിങ്ങൾ. അപ്പോൾ അനുസരണം. അതേപോലെ യജമാന ഭക്തി, അത് പറയണ്ട. അതെല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ. ആദ്യം തന്നെ വന്നിട്ട് ഒരു പ്രാർത്ഥന ചെയ്യണം. ഇങ്ങനെ എല്ലാം ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഭാവി ജീവിതത്തിൽ ആവശ്യമായതുകൊണ്ട് വെള്ളക്കാരൻ വളരെ സുന്ദരമായിട്ട് ബുദ്ധിപൂർവം അതിൽ സന്നിവേശിപ്പിച്ചതാണ്. അത് മനസ്സിലാക്കാൻ ഈ പൊട്ടന്മാരായ വിഡ്ഢികളായ അല്ലെങ്കിൽ മസ്തിഷ്ക പ്രാക്ഷാളനം ചെയ്യപ്പെട്ട ഈ ഭരണാധികാരികൾക്ക് അത് സെൻസ് ചെയ്തിട്ട് തന്നെയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ ഭരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ എന്താവണം, എങ്ങനെ ആവണം, എന്തൊക്കെ ഗുണം വേണം എന്നുള്ളതിൻ്റെ ലക്ഷ്യബോധം വേണ്ടേ. ആ ലക്ഷ്യത്തിൽ ഇതൊക്കെ പറ്റുമോ നോക്കണ്ടേ. എന്തായാലും ഈ വിവേചനത്തിനുള്ളതാണ് ഈ എല്ലാ രീതിയിലുള്ള മത്സരങ്ങളും, എല്ലാ രീതിയിലുള്ള പരീക്ഷകൾ വേണ്ടെന്നല്ല. നമ്മൾ പരീക്ഷ നടത്തണം. എന്തിന്? ആ കുഞ്ഞിൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് അവന് വല്ല തകരാറുകളുണ്ടെങ്കിൽ അത് തിരുത്താനും അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, ഉന്നതിയിലേക്ക് കുതിപ്പിക്കാനും വേണ്ടി നമ്മൾ പരീക്ഷകൾ നടത്തണം. അതല്ലാതെ അവനെ ബ്രാൻഡ് ചെയ്യാനല്ല പരീക്ഷ നടത്തേണ്ടത്. അവന് വിവരമില്ലാന്നോ അവന് ഒന്നിനും പറ്റാത്തവനാണെന്നോ പറയാനല്ല പരീക്ഷ നടത്തേണ്ടത്. അതായത് അനുസരണശീലം ഉണ്ടാക്കുന്നത് അതിനാണ് ഈ എല്ലാ ഒരർത്ഥമില്ലാത്ത ആജ്ഞകളും. സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്. എന്ത് സ്റ്റാൻഡ്? എന്തിനാ ഈ കുട്ടി നീട്ടിക്കണത്? എന്തിനാ ഈ കുട്ടി ഇരിക്കണത്? പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ കുട്ടി ഇന്ന സമയത്ത് ഇന്നത് പഠിക്കണം. എന്തിനാണെന്ന് പേര് തീരുമാനിക്കണേ? അത് കുഞ്ഞിനുള്ള അവകാശമല്ലേ. കുഞ്ഞ് ചെയ്യാതിരിക്കുമ്പോഴും അവർ നമ്മളെ ഉദ്ദേശിച്ച ആ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിലല്ലേ അങ്ങനെയുള്ള ഒരു അതിര് തന്നെ നമ്മൾ വെക്കേണ്ടുള്ളൂ. യഥാർത്ഥത്തിൽ കുഞ്ഞിന് അതിലും കൂടുതൽ കഴിവുണ്ടെങ്കിലോ? നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ ഉന്നതമായ ഒരു കഴിവുള്ള സാധനമല്ലേ നമ്മളെ തലച്ചോറെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ശകുന്തള ദേവി ഇപ്പോൾ ഗണിത സ്കൂളിൽ പോയിട്ട് തന്നെയല്ല നമ്മൾ
ഗണിതത്തിൽ ഡോക്ടറേറ്റ് കിട്ടാത്ത ഏതെങ്കിലും കൊടുക്കാത്ത ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇപ്പോൾ അടുത്ത് മരിച്ചേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ അവർ കണക്ക് പഠിച്ച് തെരുവിൽ അച്ഛൻ്റെ കൂടെ സർക്കസ് നടത്തുമ്പോൾ അതിലുള്ള ഗണിതങ്ങൾ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അടുത്തത് ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമ്മളെ ഭാഷയും നമ്മളെ സംസ്കാരവും നമ്മളെ ജീവിത രീതിയും നമ്മളെ എല്ലാം മോശമാണെന്നും മറ്റൊരു ഭാഷയാണ്, മറ്റൊരു സംസ്കാരമാണ്, മറ്റൊരു സാഹിത്യമാണ്, മറ്റൊരു സംഗീതമാണ് ഏറ്റവും നല്ലതെന്നും പറയാൻ ഏറ്റവും നല്ലത്, നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, അതുവഴി അവൻ്റെ സ്വന്തം മാനസികമായ അവൻ്റെ സ്വാഭാവികമായ കഴിവുകളെ ഇല്ലാതാക്കാനും. സ്വാഭാവികമായി ഒരാൾക്ക് ഭാഷ എന്നത് അയാൾ മുലപ്പാലിലൂടെ അയാളുടെ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന അതിൻ്റെ കൂടെ വികസിച്ചു വരുന്നതാണ്. ആ ഭാഷയിലാണ് അയാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് മാനസിക വ്യാപാരം നടത്താൻ കഴിയുക. ആ ഭാഷയിലാണ് പ്രത്യേകിച്ചും ഗണിതം പോലുള്ള മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ ഗുണങ്ങൾ കൂടുതലായിട്ട് സ്വാംശീകരിക്കാൻ കഴിയുന്നത് ആ ഭാഷയിൽ മാത്രമേ ഉള്ളൂ. അത്ര വേറൊരു ഭാഷക്കും ലോകത്ത് ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, മറ്റുള്ള ഭാഷകളെല്ലാം ധാത്രിമാരാണെന്ന്. അമ്മതൻ്റെ ഭാഷ തന്നെയാണ് ഏറ്റവും നല്ലത്, മറ്റുള്ള ഭാഷകളൊക്കെ ധാത്രിമാർ മാത്രമാണ്. അതൊക്കെ രണ്ടാം കടയാണെന്ന് അർത്ഥം. അതായത് പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് യജമാന ഭക്തി. യജമാന ഭക്തിക്കാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരനാണ്, അവനാണ് ഏറ്റവും വലിയ ആയിക്കോട്ടെ, അവൻ ഞാണ് തന്നെ വെച്ചോളൂ. അവൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുടുംബം നിങ്ങളെ വീടുമാണ് നന്നാക്കേണ്ടത്. ഈ ഒരിക്കലും മറ്റുള്ള ഒരാളുടെ സംസ്കാരം ഇതും പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. അവൻ്റെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജനങ്ങളാണ് യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർ. അവർ മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നും അന്നും കൊള്ളയാണ് അവരുടെ പ്രധാന ഇത്. ഈ ജനാധിപത്യ യുഗത്തിൽ പോലും, ഈ 2024 പോലും എന്തുകൊണ്ടാണ് ഫ്രഞ്ചുകാരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് പുറത്താക്കണമെന്ന് നിങ്ങൾക്കറിയോ? കൊള്ള. അവരുടെ വിഭവങ്ങളെ, അവരുടെ നാച്ചുറലായിട്ടുള്ള വിഭവങ്ങളെ തട്ടിയെടുക്കാനുള്ള പരിപാടികളും ഇന്നും നടക്കുകയാണ് അവർ. അപ്പോൾ ഈ യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇത്രയും ശപിക്കപ്പെട്ട വേറൊരു വിഭാഗമല്ല. അവിടെയുള്ള മനുഷ്യന്മാരെ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ. കാരണം എത്രയോ നല്ല, നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാളും കൂടുതൽ കൾച്ചേർഡായിട്ടുള്ള മനുഷ്യന്മാരവിടെ ഉണ്ട്. അവരല്ല, പക്ഷേ അവരുടെ ടോട്ടലായിട്ടുള്ള നേതൃത്വം, ഭരണ നേതൃത്വം, ഒരിക്കലും മറ്റ് ശാപമാണ് പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ. അവരൊരിക്കലും മഹത്തരമായ അവസ്ഥയിലേക്കും ഇത് വരില്ല. മറ്റുള്ള രാജ്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഈ പറഞ്ഞ ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇതൊക്കെ വരുള്ളൂ എന്നർത്ഥം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി വരണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ഈ അറേബ്യൻ കൺട്രീസിൽ, ഇവിടെയൊക്കെ വന്നതിന് ശേഷം മാത്രമേ അവിടേക്ക് ഈ പറഞ്ഞ ആധുനിക മൂല്യങ്ങൾ കടന്നു വരുള്ളൂ. അതാണ് സത്യം. നിങ്ങളെ സംസ്കാരം എടുത്ത് നോക്കിയാൽ നോക്കൂ. അവർ എല്ലാ കുറിച്ച് പറയും, ഇപ്പം ഇന്നത് വേണം, ഇന്നതാണ് ശരി, ഇതാണ് സമത്വം.
ഇപ്പോൾ ഇന്നലെ വരെ അവർ ചെയ്തത് എന്താണെന്ന് എനിക്കറിയോ? അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ അവർ വലിയ ആൾക്കാരായി മാറുന്ന, അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കുറേ വഷളന്മാർ, മാനസിക പ്രക്ഷാളനം നടത്തപ്പെട്ട വിധേയമായ കുറേ വഷളന്മാർ നമ്മളുടെ ഇടയിലുള്ളതുകൊണ്ടാണ് അവരിന്നും നിലനിൽക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം സ്വയം നിന്ദയാണ്. അതായത് നമുക്ക് വിവരമൊന്നുമില്ല, നമ്മളെ സംസ്കാരത്തിന് യാതൊരു വിവരമില്ല, നമുക്ക് യാതൊരു ചരിത്രമില്ല, നമ്മൾ മോശങ്ങളാണ്, അതുകൊണ്ടാണ് അവരിവിടെ വന്നത് അവരുടെ കുബുദ്ധി കൊണ്ടാണ്. അവർ മറ്റുള്ളവരെ വഞ്ചിക്കാനും ചതിക്കാനുള്ള ആ കഴിവ് കൊണ്ടാണ്. അല്ലാതെ അവർക്ക് നമ്മളെക്കാളും വലിയ കഴിവൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. അതായത് നമ്മളെ ചരിത്രമൊക്കെ മോശമാണ്, നമുക്കൊരു ചരിത്രമില്ല, ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളത് അവർക്ക് മാത്രമാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവർ പറയണതെന്നർത്ഥം. മാത്രമല്ല, നമ്മൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അതവരെ ഏറ്റെടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ ഈ നമ്പർ സിസ്റ്റം അതവർ ഏറ്റെടുത്തിട്ട് നേരെ മറിച്ച് ഇനി പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം. ഇതിനൊക്കെ കാരണമായ നമ്മുടെ നമ്പർ സിസ്റ്റത്തിന് നമുക്ക് പൈസ ഇല്ല, ഈ 0. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ വിദ്യാഭ്യാസം, അതായത് പ്രജാവിദ്യാഭ്യാസം കൊണ്ട് യഥാർത്ഥത്തിൽ അവരുദ്ദേശിച്ചത് നടന്നു, അത് ഇപ്പോഴും നടക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് നമ്മളെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ തന്നെ. ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന അവരുടെ യഥാർത്ഥത്തിൽ ഈ വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസം ഹറാമാണ്, അത് അപകടകരമാണ് എന്ന് പറഞ്ഞിരുന്ന ഇവിടെയുള്ള യഥാർത്ഥ സുന്നികൾ പോലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നത് പിന്നെ ഈ സുന്നികളാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ബോക്കോ ഹറാമെന്നും അല്ലെങ്കിൽ ബോക്കോ ഹറാമിൻ്റെ ഒരു മുൻഗാമികളായിരുന്നു യഥാർത്ഥത്തിൽ ഈ പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ എതിർത്തിരുന്ന ഇവിടെയുള്ള മാപ്പിളമാരായ പിന്നെ മുസ്ലിങ്ങളൊക്കെ നിർത്തും. അത് സത്യമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത് മനുഷ്യൻ്റെ വിദ്യാഭ്യാസമാണ്. ഈ പ്രജാവിദ്യാഭ്യാസത്തിനെതിരായിട്ടാണ് അന്ന് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തെറ്റാണെന്നും ഇംഗ്ലീഷല്ല പഠിക്കേണ്ടതെന്നും അത് നരകത്തിലെ ഭാഷയാണെന്നും പറയാൻ കാരണം അവരുടെ പ്രജാവിദ്യാഭ്യാസം തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരുന്ന അർത്ഥം. നേരെ മറിച്ച് നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? വെള്ളക്കാരൻ പോയി സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ നമ്മൾ കഴുത്ത് അങ്ങോട്ട് വെച്ചുകൊടുത്തിക്കുക ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം ഇപ്പോൾ ഈ നമ്മൾ തന്നെ ഒന്ന് ഉദ്ദേശിച്ചു സുന്നികളും അല്ലെങ്കിൽ പണ്ടത്തെ യാഥാസ്ഥിതിക മുസ്ലിങ്ങളാണെന്ന് അവരാണ് കുറച്ചെങ്കിലും കൂടുതൽ ചരിത്രപരമായി മിതത്വം പാലിക്കുന്നവർ. അവർ പോലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയാലോ, മുജാഹിദ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയാലോ. അതേപോലെ അവർ പോലും ഇവരെല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പിന്നാലെ പോകാനുള്ള കാരണം ആ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടു എന്നുള്ളതിൻ്റെയും ഇന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെയും തെളിവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞ ഈ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും, എന്തിന് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഒക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ത്വരക്കുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ഒരു കുഞ്ഞും പ്രത്യേകിച്ച് ഈ ഉന്നതമായ വിഷയങ്ങളിൽ ഉന്നതമായ ആഴത്തിലുള്ള പഠനമോ
വൈദഗ്ധ്യത്തോടു കൂടിയുള്ള ഒരു കണ്ടുപിടുത്തവും നടത്താൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ല. അതാണ് ഏറ്റവും വലിയതെന്നുള്ള വിചാരം കൊണ്ടാണ് അർത്ഥം. ശാസ്ത്രീയമായ ഒരു ബോധം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഒരു ജനതയാണ് ഇന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്നത്. അത് അവരുടെ കയ്യിലാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ടാണ്. എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് ഒരു സംവാദം നടത്താനോ, എന്താണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം, ഈ പ്രജകളുടെ ബോധം, പ്രജകളുടെ ഫങ്ഷനാണോ നമുക്ക് ഒരു പൗരന് വേണ്ടത് എന്നതുപോലും ചർച്ച ചെയ്യാൻ, എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ആക്കേണ്ടത്, ഒരു ജനാധിപത്യ പരമാധികാര സമൂഹത്തിൽ ഉയർന്ന സാംസ്കാരിക നിലവാരവും സാമ്പത്തിക നിലവാരവും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ എന്തായിരിക്കണം വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ചിട്ട് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ആ ചർച്ച ചെയ്തിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ്, മഹനീയമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്തൊക്കെയാണ് പരിപോഷിപ്പിക്കേണ്ടത്, അത് പരിപോഷിപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസത്തെ മെനഞ്ഞെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധർക്ക് എന്നെങ്കിലും അവസരം കിട്ടുമോ എന്നാണ് ഞാൻ ഈ കൊരങ്ങന്മാരായ ഭരണാധികാരികളോട് ചോദിക്കുന്നത്. വെറുതെ വലിയ ഞങ്ങൾ വലിയ പ്രസ്ഥാനം, ഞങ്ങൾ വലിയ സോഷ്യലിസം, ഞങ്ങൾ വലിയ മതേതരത്വം, ഞങ്ങൾ വലിയ അത് ഇത് എന്ന് പറഞ്ഞതുകൊണ്ടായോ? നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളൊന്ന് സ്വന്തം ചിന്തിച്ച് നോക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് ഞാൻ പറയാനുണ്ടായ കാരണം, ഞാൻ ഒരു എപ്പിസോഡുണ്ട് വിദ്യാഭ്യാസം. ഈ സാമാന്യ ആപേക്ഷികതയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സാമാന്യ ആപേക്ഷികത എന്നതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആയിപ്പോയി. അത് പറയാനുണ്ടായ കാരണം പറഞ്ഞതും പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ്. എന്തായാലും അടുത്ത ദിവസം ഞാൻ എന്തായാലും വിദ്യാഭ്യാസം നിർത്തുകയാണ്. അതിൽ എത്രയോ ചർച്ച ചെയ്യാനുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ തെളിമയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ ഇവിടെ വലിയ വിപ്ലവം പറയുന്ന പാർട്ടികൾ ഭരിച്ചാലും നടക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സങ്കടമുണ്ട് നമ്മുടെ കാര്യം. നമ്മളിപ്പോഴും വെള്ളക്കാരൻ്റെ അടിമയായിട്ട് ഇരിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവനെ എന്തായാലും കാരണം അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട്. അവൻ തന്നെ വലിയവനോ അവൻ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന അർത്ഥം. ആ രീതിയിലേക്കുള്ള വിദ്യാഭ്യാസം അവർ തരികയും ഒരു 1.5 കൊല്ലം കൊണ്ട്, അല്ല 1.25 കൊല്ലം കൊണ്ട് അവർ നമ്മളെ പൂർണ്ണമായും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവൻ്റെ പിന്നാലെ നടത്തുന്ന ഓർക്കങ്ങൾ. ഗാന്ധിജി പറഞ്ഞു 1916-ലോ 17-ലോ അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ അടിമയാക്കിയത് വെള്ളക്കാരനല്ല, ബ്രിട്ടീഷുകാരനല്ല. ഈ മഹാപാപത്തിൻ്റെ മുനതിരിയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് എന്ന് ഒരു മഹാമുനി ലോകത്തിൽ ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന, സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന മഹാത്മാഗാന്ധി നേരിട്ട് എഴുതി വച്ചതാണ്. ഈ അടിമത്തം എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ച ഫിസിക്കലായ അടിമത്തമല്ല, മാനസികമായ അടിമത്തം, സാംസ്കാരികമായ അടിമത്തം, ഭാഷാപരമായ അടിമത്തം, അങ്ങനെ എല്ലാ രീതിയിലുള്ള അഭൗതികമായ അടിമത്തമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അത് ഇന്നും നിലനിൽക്കുന്നു എന്നതിനുള്ള ഏറ്റവും നല്ല
കണ്ണിൽ കുത്തുന്ന തെളിവുകളാണ് നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഇംഗ്ലീഷിൽ പഠിക്കണം, അതാണ് ഏറ്റവും വമ്പിച്ച എന്നുള്ള ഇംഗ്ലീഷ് മീഡിയം കോളേജുകളും ഇംഗ്ലീഷ് മീഡിയം യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷ് മീഡിയം കോടതികളടക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.